പെണ്ണിന്റെ വൈര് കണ്ടാ അറിയാ ചെക്കൻകുട്ടിയാണെന്ന്. കുന്തോണ് പെണ്ണിന്റെ മോൻ കണ്ടാ തെളിച്ചാം അങ്ങനെ പെട്ട കുട്ടി തന്നെ. ചെക്കനായാലും പെട്ടയായാലും ഞങ്ങക്ക് സന്തോഷമുള്ളൂ. എന്നാലും പാരമ്പര്യം തുടങ്ങിയ ഒരു ചെക്കൻകുട്ടി വേണ്ടേ മരുന്നെങ്കിലും. അതെന്താ അത് പെട്ടക്കുട്ടി വന്ന സീരിയല് തുടരില്ലയോ? എന്താണ്ടി മകളെ, നിന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ ഒരു ഇളക്കത്താലി ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. നിന്റെ കെട്ടിയോൻ പണയം വെച്ചാ ഇളക്കത്താലിയൊക്കെ പഴയ ഫാഷൻ അല്ലേ? അത് കൊടുത്തിട്ട് പുതിയ 4 കടകൾ വാങ്ങിച്ചു. അല്ല, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ എവിടെ? ഞാനെനിക്ക് 50-ന് 100 പവനാക്കിയിട്ടാണ് എന്റെ മകളിനെ അന്തസ്സാക്കിയിട്ട് കെട്ടി കൊടുത്തത്. എനിക്ക് പിന്നെ പട്ടമക്കൾ ഇല്ലാത്തോണ്ട് കെട്ടിക്കൊടുക്കാനും വഴിയില്ല. ആര് പറഞ്ഞു പൊസ്കനെ നിർത്താൻ? പെറ്റുകൂട്ടായിരുന്നില്ല അങ്ങട്. എന്താണ്ടി മകളെ, നിന്റെ വീട്ടുകാർക്ക് നിന്റെ പേര് നോക്കാനൊക്കെ ആവുമോ? ആകില്ല, എന്നാ നിങ്ങ വരി. കമലമ്മ ആശുപത്രിക്കാരാണ് പേര് നോക്കണം, അല്ലാണ്ട് വീട്ടുകാരല്ല. പിന്നെ കടവില്ലാണ്ട് കെട്ടിക്കൊടുക്കാൻ അറിഞ്ഞ എന്റെ അച്ഛന് പേര് നോക്കണ ഒരു കാര്യമാണ്. എന്തിനു കെട്ടിയുണ്ടാകുമ്പോ പിന്നെന്താ പേടി? നീയാണ്ട ആകെയുള്ള പേടി. പെട്ടെന്ന് ആസ്പത്രിക്കാര് ചിക്കേറിയ മതി പറയണ്ടാ. നീ കേക്കണ്ട, ഒറ്റയ്ക്ക് സുഖത്തി പ്രസവിച്ചോട്ടാ. ചിക്കൻ അല്ലടി പെണ്ണെ, ബീഫ് എടി പെണ്ണെ ചിലിക്കേറിയെന്ന്. നിക്കറിയാ, നീ 4ാം ക്ലാസ് അല്ലേ, നമ്മളെ 2ാം ക്ലാസ് ആണ്. അപ്പോ സിൽക്കും കോട്ടനും അല്ല, സിസേറിയൻ. ഉപ്പ അതിന്റെ പേരും മാറ്റിയടി. പെറ്റിട്ട് കുട്ടിനെ കാണാൻ ഞങ്ങ ഒരു വരവും കൂടി വരണ്ടടി. ഡമ്മോ, ഈ കെണിച്ച് തള്ളന്മാരുടെ കൂട്ടം കേൾക്കാൻ വേണ്ടി എന്റെ കുട്ടി ഈ തള്ളന്മാരുടെ ചവിട്ടനെ